പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ നമ്മൾ വീണ്ടും സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ പ്രധാനമായും രണ്ട് വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതൊന്ന്, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒരല്പം കൗതുകമായേക്കാവുന്നൊരു വാർത്തയാണ്. മറ്റത് ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഏറ്റവും ആദ്യം ഞാൻ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നത്, CPI ഇത്തവണ 3 തവണ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച 6ഓളം MLAമാർക്ക് ഈ 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് സീറ്റ് നൽകാൻ ഇടയില്ല എന്ന വാർത്ത വരുന്നു. അതിൽ ഉള്ള ഒരു 2-3 മണ്ഡലങ്ങളെ കാര്യം ഞാൻ പറയാം. അതിലൊന്ന് ചിറയൻകീഴ് മണ്ഡലമാണ്. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെയാണ് CPIക്കെതിരെ മത്സരിക്കുന്നത്. മറ്റൊരു മണ്ഡലം കാഞ്ഞങ്ങാടാണ്. ഈ കാഞ്ഞങ്ങാട് മണ്ഡലം ഞാൻ പരിശോധിച്ചപ്പോൾ UDFും LDFും തമ്മിലുള്ള ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലെല്ലാം വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ CPI അവതരിപ്പിക്കുന്ന പുതിയ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ളതിന് അനുസരിച്ച് അവിടെ കാര്യങ്ങൾ മാറിമറിയാം. പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, CPI നിലവിൽ സിറ്റിംഗ് MLAക്ക് സീറ്റ് നൽകാനിടയില്ലാത്ത ഒരു ശ്രദ്ധേയമായ മണ്ഡലമായി എനിക്ക് തോന്നിയത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഈ വാണിമേൽ, കായക്കൊടി പോലെയുള്ള, നരിപ്പറ്റ പോലെയുള്ള ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഈ നാദാപുരം മണ്ഡലം. നാദാപുരം മണ്ഡലത്തിലാണെങ്കിൽ കഴിഞ്ഞ 2 തവണയും മത്സരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള പ്രവീൺ കുമാർ ആണ് കഴിഞ്ഞ 2 തവണയും അവിടെ നിന്ന് മത്സരിച്ചത്. അദ്ദേഹം അവിടെ വലിയ ആസൂത്രിതമായ ഒരു തോറ്റ സ്ഥാനാർത്ഥിയും ആ തോറ്റ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുസ്ലിം സമുദായം CPMൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നത്, മുസ്ലിം സമുദായത്തിലെ തന്നെ സാമുദായിക സംഘടന എടുക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം നാദാപുരം മണ്ഡലത്തിൽ ജനവിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ SDPIയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി കൂടി ചേർന്ന് ഒരു 0.7%, 1% അടുത്ത് വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുകയും ഇവരുടെ പിന്തുണ UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയുമാണ് എങ്കിൽ, മാത്രമല്ല ഈ സിറ്റിംഗ് MLA മത്സരിക്കാത്ത ഇടങ്ങളിൽ ആ സിറ്റിംഗ് MLA മത്സരിക്കാതിരിക്കുന്നത് മുന്നണിക്കും പാർട്ടിക്കും ദോഷം ചെയ്യുകയാണ് എങ്കിൽ CPIക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആദ്യത്തെ മണ്ഡലങ്ങളിലൊന്ന് നാദാപുരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാനുള്ളത്, ഈ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മത്സരിക്കുമെന്ന് ആദ്യം കരുതുകയും പിന്നീട് മത്സരിക്കാതിരിക്കുകയും ചെയ്ത ഒരു മണ്ഡലമാണ് ഈ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണ്ഡലം. അവിടെ നിലവിൽ CPIMൻ്റെ MLA ആണുള്ളത്. പക്ഷേ അത് ചെറിയ മാർജിനിൽ വിജയിക്കുന്നൊരു മണ്ഡലമാണ്. അത് ഇത്തവണ ജോസ് കെ മാണി വിഭാഗത്തിന് മത്സരിക്കാൻ CPM നൽകാനിടയില്ല. കഴിഞ്ഞ തവണ ഓരോ ഘടകകക്ഷിയും മത്സരിച്ച അത്രയും സീറ്റുകളിൽ മാത്രമേ ഇത്തവണയും മത്സരിക്കാവൂ അല്ലെങ്കിൽ മത്സരിക്കാൻ സാധിക്കൂ എന്ന നിലപാട് CPIM എടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയാണ് എങ്കിൽ ഈ കുറ്റ്യാടി സീറ്റിന് പകരം അവർക്ക് മത്സരിക്കാനായിട്ട് പേരാമ്പ്ര മണ്ഡലം അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഈ LDFിലെ നിലവിലെ കൺവീനറും മുൻ മന്ത്രിയുമായ രാമകൃഷ്ണൻ ചേട്ടൻ സഖാവാണ് അവിടുത്തെ നിലവിലെ ജനപ്രതിനിധി. അപ്പോൾ അദ്ദേഹം മത്സരിച്ചാലാണ് അവിടെ വിജയസാധ്യത എന്ന് CPIM കണക്ക് കൂട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ പേരാമ്പ്രയിൽ നിന്നുള്ള ചില സഖാക്കളെ നേരിട്ട് അറിയാം. അപ്പോൾ അവരുമായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, താഴെ തട്ടിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPIMലുള്ള താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ ഇപ്പോഴത്തെ LDF കൺവീനർ
പേരാമ്പ്രയിലെ നിലവിലെ MLA രാമകൃഷ്ണൻ ചേട്ടൻ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, LDF കൺവീനർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ നല്ലൊരു മത്സരമായിരിക്കും. അതല്ല എങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരു കൗതുകം എന്ന് പറയാൻ കാരണം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDFൽ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച ഈ പണ്ട് നായനാർ ഡീലിമിറ്റേഷന് മുമ്പ് പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയുടെ അങ്ങേ അറ്റത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. നായനാർ മത്സരിച്ച കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്തുള്ളൊരു മണ്ഡലമുണ്ട്. അവിടെ കഴിഞ്ഞ തൃക്കരിപ്പൂർ 87ലും 91ലും നായനാർ തൃക്കരിപ്പൂരിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. അപ്പോൾ ആ അതുപോലെ ഡീലിമിറ്റേഷന് മുമ്പാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഈ ജോസ് കെ മാണിയുടെ ഒരു ബന്ധുവായിട്ടുള്ള എന്നാൽ PJ ജോസഫ് ഫ്രാക്ഷനിലുള്ള ഒരാളാണ് കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗത്തെ പ്രതിനിധിച്ച് മത്സരിച്ചത്. അദ്ദേഹം മറ്റൊരു കുറേ കൂടി സുരക്ഷിതമായ ഒരു മണ്ഡലം ആവശ്യപ്പെടുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജോസഫ് ഗ്രൂപ്പ് പേരാമ്പ്ര സീറ്റ് ആവശ്യപ്പെടുന്നു. അതേപോലെ തന്നെ UDFൽ നിന്ന് ജോസ് കെ മാണി വിഭാഗം കുറ്റ്യാടിക്ക് പകരം അവർക്ക് മത്സരിക്കാൻ പേരാമ്പ്ര വേണമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വടക്കൻ മലബാറിൽ കേരള കോൺഗ്രസ്സുകൾ തമ്മിലുള്ള ഒരു മത്സരത്തിന് വേദിയാകുന്ന മണ്ഡലമായിരിക്കും പേരാമ്പ്ര. അതാണ് അതിൻ്റെ ഒരു കൗതുകം. മറ്റ് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഇടുക്കി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കാനിടയില്ല. കാരണം അവരവിടെ MJ ജേക്കബ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഫീൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിലവിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ ഒരു പോരാളി, അതിന് പല പ്രസക്തിയുണ്ട്. കാരണം അത് ജോസ് കെ മാണി ഗ്രൂപ്പിനകത്തുള്ള ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ റോഷി അഗസ്റ്റിനെതിരെയുള്ള ഒരു നല്ല എതിരാളി ആയിരിക്കുകയില്ല MJ ജേക്കബ്. അതിന് കുറേക്കൂടി നല്ലൊരു കാൻഡിഡേറ്റ് അവിടെ വേണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റിൽ നിന്ന് ചുരുങ്ങിയത് 3 സീറ്റുകളെങ്കിലും അവർ കോൺഗ്രസ്സിന് മത്സരിക്കാനായി നൽകേണ്ടി വന്നേക്കും. അതിൽ കോതമംഗലമുണ്ട്, അതുപോലെ തന്നെ ഈ ഇടുക്കി സീറ്റൊക്കെ അതിൻ്റെ ഭാഗമായി വരും. ഏറ്റുമാനൂരിന് പകരം അവർക്ക് പൂഞ്ഞാർ അസംബ്ലി സെഗ്മെൻറ്റ് മത്സരിക്കാൻ നൽകാനിടയുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് CPIMനകത്തുള്ള പ്രഗത്ഭരായ വ്യക്തികൾക്ക് സീറ്റ് നൽകുന്നതും നൽകാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളാണ്. ഏറ്റവും അവസാനമായി കേൾക്കുന്നത് മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെടുന്നില്ല എങ്കിൽ പേരാവൂരിൽ പോയി മത്സരിക്കാൻ തയ്യാറല്ല എന്ന് ശൈലജ ടീച്ചർ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ കരുതും ഇപ്പോൾ ഞാനിങ്ങനെ തുടർച്ചയായി ഭരണമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇത് ഈ CPMനകത്തുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു മാഗ്നിഫൈ ചെയ്ത് പർവ്വതീകരിച്ച് ചിത്രീകരിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് എന്ന് കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും പ്രിൻ്റ് മീഡിയയിലുമൊക്കെ ഇടപെടുന്ന ഇത്തരം ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഗുണപരമായ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മുമ്പ് VSന് സീറ്റ് നൽകാതിരിക്കുകയും പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധത്തെക്കുറിച്ച് സീറ്റ് നൽകുകയും ചെയ്ത സാഹചര്യം CPMൻ്റെ ചരിത്രത്തിലുണ്ടല്ലോ. അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് CPMനകത്ത് ഒരു ഡിസെൻറ്റ് രേഖപ്പെടുത്താനുള്ള അവസരങ്ങൾ ഇന്ന് കുറവാണ്. അതുകൊണ്ട് തന്നെ CPMനകത്തെ ആഭ്യന്തര രാഷ്ട്രീയം ശക്തിപ്പെടുന്നതിന് ശൈലജ ടീച്ചറെ പോലെ തെക്കൻ ജില്ലയിൽ നിന്ന് G. സുധാകരനെ പോലെയുള്ള ആളുകൾ CPMനകത്ത് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നവരാകണമെന്നുള്ളതാണ്. അപ്പം നമ്മളൊരിക്കലും ശൈലജ ടീച്ചറുടെ മട്ടന്നൂരിലെ സീറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഒരു അനൈക്യത്തെ ഒരു വാർത്തയായി മാഗ്നിഫൈ ചെയ്ത് ബൂർഷ്വ മാധ്യമങ്ങൾ ഇവിടെ അങ്ങനെ ഇടതുപക്ഷത്തിനെതിരായി നിൽക്കുന്നു, അങ്ങനെയല്ല. മറിച്ച് അങ്ങനെയാണ് പ്രതീതി സൃഷ്ടിക്കുന്നത്. ബൂർഷ്വ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരാണ്, മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെയാണല്ലോ അവർ പറയാം. അങ്ങനെയല്ല സംഭവം. മറിച്ച് ഇത്തരത്തിലുള്ള ജനകീയ ഇടപെടലുകളിലൂടെയും മാധ്യമങ്ങളുടെ, ഇപ്പം ഞാൻ മാത്രമല്ല, പല ആളുകളും പല ചാനലുകളും കൂടുതൽ വ്യൂ കിട്ടുന്ന, മണിക്കൂറുകൾക്കകം ഒരുപാട് വ്യൂ വരുന്ന മുൻ സീനിയർ ജേർണലിസ്റ്റുകൾ ഒക്കെ നേതൃത്വം നൽകുന്ന വിവിധ ചാനലുകളുണ്ട്. അതിലൊക്കെ ഈ വിഷയം മട്ടന്നൂരിലെ ശൈലജ ടീച്ചർ മത്സരിക്കണോ വേണ്ടേ എന്നുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു.
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്: ജനകീയ ഇടപെടലുകളും മാധ്യമങ്ങളുടെ ഇടപെടലുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഗുണപരമായ മാറ്റങ്ങൾ, ഈ സമൂഹത്തിന് ഗുണകരമാകുന്ന, ഈ സമൂഹത്തിന് നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള, സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്ന, അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉറപ്പുവരുത്തുന്ന, അല്ലെങ്കിൽ വിവിധ പാർട്ടികൾക്കകത്തുള്ള ഇൻറ്റേർണൽ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ശൈലജ ടീച്ചർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം.